അവിചാരിതമോ സ്വാഭാവികമോ? പി ജയരാജന് അഭിനന്ദനങ്ങൾ. നമസ്കാരം സഹോദരങ്ങളെ, ഞാൻ അബ്ദുള്ള. ഇന്നലെ 2024 നവംബർ 12 നമ്മൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളോടായി പറഞ്ഞിരുന്നു, കേരളത്തിലെ ദുർഭരണത്തെക്കുറിച്ച് നിങ്ങൾക്ക് പരസ്യമായി പറയാൻ സാധിക്കില്ലെങ്കിൽ രഹസ്യമായിട്ടെങ്കിലും പറയുക, അതല്ലെങ്കിൽ രഹസ്യ ബാലറ്റിലൂടെയെങ്കിലും രേഖപ്പെടുത്തുക എന്ന്. ഇന്ന് നവംബർ 13. ഇന്നലെ കമ്മ്യൂണിസ്റ്റ് അണികളോട് നാം ഓർമ്മപ്പെടുത്തൽ നടത്തി. 5-6 മണിക്കൂറുകൾ കഴിയുമ്പോഴേക്കും, അതായത് ഇന്നലെ രാത്രി നാം പറഞ്ഞു, ഇന്നിതാ പുലർച്ചെ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതിന് മുമ്പ്, അതായത് വയനാട്ടിലെയും ചേലക്കരയിലെയും ജനങ്ങൾ പോളിംഗ് ബൂത്തിൽ പോകുന്നതിനേക്കാൾ മുമ്പ് ഇന്ന് പുലർച്ചെ ദിനപത്രത്തിലൂടെ അടിച്ചു വന്നിരിക്കുന്നു പി ജയരാജൻ്റെ കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ജീവിതം എന്ന ആത്മകഥ. അതിലൂടെ പുറത്തു പറയുന്നത് എന്താണ്? കേരളത്തിലെ ദുർഭരണത്തെക്കുറിച്ച്. ജയരാജൻ്റെ ഈ തുറന്നു പറച്ചൽ പുറത്തു വന്നുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ചേലക്കരയിലെയും വയനാട്ടിലെയും പോളിംഗ് ശതമാനം കുറയാൻ കാരണം. നമുക്കറിയില്ല. അതിൻ്റെ ഉത്തരം 23-ാം തീയതി മനസ്സിലാക്കാം. ഇന്നലെ നാം പറയുന്നു, അതിന് മറുപടി എന്നോണം ഇന്ന് കാലത്ത് ഒരു വലിയ കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ വാക്കുകളായി അതിന് മറുപടി എന്നോണം പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് നാം പറയുന്നത്, ഇത് അവിചാരിതമോ സ്വാഭാവികമോ എന്ന്. ഇനിയുള്ള നാളുകളിൽ മറ്റുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്കും ഇതുപോലെ ധീരതയോടെ ദുർഭരണത്തിനെതിരെയും തിന്മകൾക്കെതിരെയും പോരാടാൻ ശക്തി ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.